കുഞ്ഞുങ്ങളിൽ പുക്കൾ കൂടി വീർത്തു വരുന്നത് ചിലപ്പോൾ ഹെർണിയ ആകാം. അത് നിങ്ങൾക്കറിയാമോ? കുഞ്ഞുങ്ങളിൽ പലപ്പോഴും പുക്കൾ വീർത്തു വരുന്നത് കാണാറുണ്ട്. ഇതിൽ ഒരു 99% കുഞ്ഞുങ്ങൾക്കും 2 വയസ്സ് വരെ ഈ വീർപ്പം കാണുകയും അതിനുശേഷം അത് തന്നെത്താനെ റിസോൾവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പുക്കൾ കൂടി വീർത്തു വരുന്നത് അധികം അലാം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾക്ക് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടല്ലാതെ കുഞ്ഞിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാകാറില്ല. വെള്ളം കയറുന്നത് കൊണ്ടോ നമ്മൾ പുക്കൾ ഞെക്കി വിടാത്തത് കൊണ്ടോ അല്ല ഇത് വീർത്തു വരുന്നത്. ഇതൊരു കൺജനൈറ്റൽ കണ്ടീഷനാണ്. അതായത് ജനിതകമായി തന്നെ ആ മസിലുകൾക്ക് വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെർണിയ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാം? ഒന്ന്, നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ 75 ഡിഗ്രി കുഞ്ഞിനെ പൊക്കി വെച്ച് തലയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് വയറിൽ പ്രസ് ചെയ്ത് ഈ ഹെർണിയ പതുക്കെ വയറിനകത്തേക്ക് തള്ളിവിടാം. അഥവാ ഈ സമയത്ത് ഇത് അകത്തേക്ക് പോകുന്നില്ല, കുഞ്ഞ് അമിതമായി കരയുന്നു, അവിടെ ചുമന്ന നിറം കാണുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് കുരുങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാകാം. ഇതിന്റെ കണ്ടന്റ് പലപ്പോഴും ഫാറ്റോ അല്ലെങ്കിൽ കുടലിന്റെ ഏതെങ്കിലും ഭാഗമോ ആണ്. ഇതൊന്നുമില്ലെങ്കിൽ ഇത് അകത്തേക്ക് തന്നെത്താനെ പോവുകയും കമിഴ്ന്നു വീഴുന്ന സമയം ഇത് തന്നെത്താൻ റിസോൾവ് ചെയ്യുകയും ചെയ്യും. 2 വയസ്സ് വരെ നമ്മൾ ഇതിനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ക്രമാതീതമായ സൈസ് കൂടുകയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേദനയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് അംബിലിക്കൽ ഹെർണിയ എന്ന കണ്ടീഷൻ.